ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രം എടുത്തപ്പോൾ, മലയാള മനോരമ പത്രം എടുത്തപ്പോൾ അതിനകത്ത് തീർത്ഥാടന യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? പുണ്യസ്ഥലങ്ങളിലേക്ക്. പുണ്യസ്ഥലം ഏതാണെന്നറിയാലോ? പുണ്യസ്ഥലം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ, ജെറുസലേം, അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടന യാത്രയാണ്. അല്ല, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പുണ്യസ്ഥലമാണെന്ന് ഈ ഇസ്രായേൽക്കാർക്ക് അറിയാവോ? നമ്മളുടെയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓരോരുത്തരും വന്ന് വെച്ചാൽ അത് പുണ്യസ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ഇത് പുണ്യസ്ഥലമാണെന്നുള്ള ഒരു വിവരം ഈ പറയുന്ന ഇസ്രായേൽക്കാർക്ക് അറിയാവോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവരൊരിക്കലും ഈ പറയുന്നത് പോലുള്ള യുദ്ധമോ കാര്യങ്ങളോ കൊലയോ ഒന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ രാജ്യക്കാർക്കും ഇസ്രായേൽ അല്ലെങ്കിൽ അത് അനുബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ, രാജ്യങ്ങളൊക്കെ എല്ലാം ചെറിയ ചെറിയ രാജ്യമാണല്ലോ, പുണ്യസ്ഥലങ്ങളാണ് എന്ന് അംഗീകരിച്ചിട്ടും ഇന്നും അതറിയാത്ത കുറച്ച് വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്ത് താമസിക്കുന്ന ഭരണാധികാരികളും അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട അതിനോട് ചുറ്റുമുള്ള ഈ പറയുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുമാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്രായേലും അനുബന്ധപ്പെട്ട രാജ്യങ്ങളും അതിനോട് ചേർന്നുള്ള രാജ്യങ്ങളും പുണ്യസ്ഥലമായിട്ട് കരുതി അവിടെ ഇതുപോലെ ഈ എന്താ പറയുക, ചെരുപ്പ് പോലും ഇല്ലാതെയാണ് ഓരോരുത്തർ പോകണമെന്നാണ് പറയുന്നത്. ചെരുപ്പ് പോലും ഇല്ലാതെ ഫ്ലൈറ്റിൽ കയറി. കാരണം പുണ്യസ്ഥലത്ത് ഇറങ്ങുമ്പോൾ ചെരുപ്പ് പോലും ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഇത് അവർക്കൊന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെയൊക്കെ നാട്ടിൽ ഈ പുണ്യസ്ഥലം കാരണം ഗ്യാസ് പോലും കിട്ടാത്ത അവസ്ഥ എത്തി. പല ഹോട്ടലുകളും അടച്ചു പൂട്ടി. കാരണം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഇല്ല, കത്തിക്കാൻ പാചകവാതകം വേണ്ടേ, അതില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഹോട്ടലുകളും കാര്യങ്ങളും. ഇനിയിപ്പോൾ പുറകെ ഇനിയിപ്പോൾ വീടുകളിലെയും പിന്നെ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. വിറകിട്ട് കത്തിച്ച് ആഹാരം പാചകം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വേറെയും വരും. കാരണം എന്ന് പറഞ്ഞാൽ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. മനസ്സിലായോ? നല്ല ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് 10 കിലോമീറ്ററിലാകുന്നത് പോലത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ എല്ലാം പുണ്യസ്ഥലങ്ങൾ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം പുണ്യസ്ഥലങ്ങൾ കാരണമാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാത്തതെന്നറിയോ, ഈ പുണ്യാത്മാക്കളുണ്ടല്ലോ, ഈ സ്ഥലത്തെ പുണ്യമാക്കി മാറ്റിയ കുറേ ആളുകൾ, മുൻപ് ജനിച്ചെന്ന് പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇവർക്കൊന്നും ശക്തിയൊന്നും ഇല്ലേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഇവരൊക്കെ ജനിച്ച് അവിടെ ജീവിച്ച് ലോകം മുഴുവൻ കീഴടക്കി, പിന്നെ മതമൊക്കെ ഉണ്ടാക്കി അല്ലേ, കുറേ അനുയായികളെയൊക്കെ സൃഷ്ടിച്ച ഈ പുണ്യാത്മാക്കൾ, ഈ പറയുന്ന ദൈവങ്ങൾക്ക് ശക്തിയൊന്നുമില്ലേ ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും ജനങ്ങളെ വലയ്ക്കുന്ന ഇത്രയും പ്രശ്നങ്ങളൊന്ന് തടയിടാനായിട്ട്? ഇത് എത്ര കാലമായിട്ട് തുടങ്ങിയതാണ്? ഈ മുസ്ലിംസിൻ്റെ നോയമ്പെന്ന് പറയുന്നത് നമുക്കറിയാം. അത് ഈ മുസ്ലിംസിൻ്റെ നോയമ്പ് വരുന്ന എല്ലാ വർഷവും ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു യുദ്ധം ഉണ്ടാവും. അതിൽ കുറേ പേര് കൊല്ലപ്പെടും, കുറേ നാശനഷ്ടങ്ങളും വരുത്തി വെക്കും. അപ്പോൾ ഇതൊന്നും കാണാനായിട്ട് ഈ പറയുന്ന ദൈവങ്ങൾക്ക് കണ്ണില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ തന്നെ നമ്മളുടെയൊക്കെ ജീവിതം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോൾ കിട്ടാത്ത അവസ്ഥ വരും. പിന്നെ പലതിനും വിലക്കയറ്റം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ആളുകൾ വലയ്ക്കുന്ന രീതിയിൽ ഈ പുണ്യസ്ഥലത്തിൻ്റെ ഈ ഉടമകളൊക്കെ അവർ കണ്ണടച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈ പറയുന്ന പോലെ ഭരണകർത്താക്കളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പ്രത്യക്ഷപ്പെട്ടിട്ട് പറ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് ഞങ്ങൾ ജനിച്ച സ്ഥലമാണ്, ഞങ്ങളുടെ തറവാടാണ്, ഞങ്ങളിവിടെ ജനിച്ച് വളർന്ന് ഇത്രയും ലോകം മുഴുവൻ ഞങ്ങൾ കീഴടക്കി, എല്ലാവർക്കും ശാന്തി സമാധാനം കൊടുക്കാനായിട്ട് ഞങ്ങൾ വന്ന് ജനിച്ച് ഈ പറയുന്ന പോലെ ഞങ്ങൾ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക, അനുയായികളെ സൃഷ്ടിച്ചെടുത്ത എന്താ പറയുക, ഞങ്ങളുടെ തറവാടാണിത്. അപ്പോൾ ഇവിടെ കിടന്ന് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പ്രത്യക്ഷപ്പെടലാണല്ലോ മെയിൻ. പണ്ടും പ്രത്യക്ഷപ്പെടലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്, ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ പുണ്യസ്ഥലമാണെന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ശരിയാണല്ലോ, ഞങ്ങൾ എന്ത് അബദ്ധമാണ് കാണിച്ചത്. ഇത്രയും നല്ലൊരു പുണ്യസ്ഥലത്ത് കിടന്ന് ഞങ്ങൾ ഈ പറയുന്ന പോലെ മിസൈൽ വിട്ടും ഈ പറയുന്ന പോലെ ബോംബ് പൊട്ടിച്ചുമൊക്കെ ഞങ്ങൾ ഈ സമയം കളഞ്ഞ് അല്ലെങ്കിൽ ഈ ആളുകളെയും കൊന്ന് കൊല വിളിച്ച് പിന്നെ ലോക രാജ്യങ്ങൾക്കും തലവേദന ഉണ്ടാക്കി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം ബോധ്യമായത്. ഒന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലേ അതിൻ്റെ ശരി. അല്ല, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ, നമ്മളുടെ കുടുംബത്തൊക്കെ ഒരു പ്രശ്നം വന്നാൽ ആരാ ഇടപെടുന്നത്? മുതിർന്ന അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാരണവനായിരിക്കും ആ പ്രശ്നം പരിഹരിക്കുന്നത്. അവസാനം വാക്ക് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും അല്ലേ? മക്കൾ തമ്മിൽ ഇടിയുണ്ടാക്കുക, അല്ലെ മക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആരാണ് അവിടെ എന്താ പറയുക, ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്? ആ കുടുംബത്തെ അപ്പനായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന പ്രശ്നക്കാരുടെ എല്ലാം നടുവിൽ നിൽക്കുന്ന പുണ്യാത്മാക്കൾ, ഈ ജനിച്ചെന്ന് പറയുന്ന, അവിടെ ജനിച്ച് വളർന്ന് ലോകം മുഴുവൻ കീഴടക്കി എന്ന് പറയുന്ന ദൈവങ്ങൾക്ക് എന്തായാലും സ്വന്തം ജനതയോട് പറഞ്ഞാൽ അവർ കേൾക്കുമല്ലോ. ജനതയാണല്ലോ ഇവിടുത്തെ മുഖ്യം, ജനതയാണല്ലോ മെയിൻ. ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, പുണ്യാത്മാക്കൾ പറഞ്ഞ, ദൈവങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കേണ്ടതല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമുക്ക് ഗ്യാസെങ്കിലും കിട്ടിയേനോ. അതാണിപ്പോൾ ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വേറൊന്നും വേണ്ട.
അവരവിടെ കിടന്ന് നമ്മളിടിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, പറഞ്ഞാൽ തിരുത്താൻ പറ്റാൻ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവർക്ക് കേൾക്കാൻ കാരണം അവരെല്ലാം ടെക്നോളജിയും വിവരവും ബോധവും പിന്നെ ഉയർന്ന എന്താ പറയുക മറ്റേ ഈ നമ്മുടെ പിന്നെ എന്താ പറയുക ഉയർന്ന കുലജാതരല്ലേ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സാധാരണക്കാർ താഴ്ന്ന ജാതിക്കാരും നമ്മൾ സാമ്പത്തികം ഇല്ലാത്തവരും ടെക്നോളജി അല്ലെങ്കിൽ വിവരവും ബോധവും ഇല്ലാത്തവരും നമ്മളെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല, അയലത്ത് അടുപ്പിക്കത്തില്ല അല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് അവരോട് പണ്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇപ്പോഴും ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കയ്യിൽ നിന്നൊക്കെ കുറച്ച് പ്രകാശങ്ങളൊക്കെ വന്നിട്ട് ഒരു അരൂപി പോലെയൊക്കെ വന്ന് ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയാണ്. അല്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ പാവങ്ങൾ, നമ്മൾ ഈ പറയുന്ന പോലെ അവർ എറിഞ്ഞിട്ട് വരുന്ന അപ്പകഷ്ണം ഭക്ഷിച്ച് ജീവിക്കുന്ന നമ്മളുടെ അടുപ്പിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് കോടിക്കണക്കിന് രൂപയോ കാര്യമൊന്നും വേണ്ട, നമുക്ക് കൃത്യമായിട്ട് ഗ്യാസ് സിലിണ്ടറും പെട്രോളും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ മതി. അത് നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മൾ പൈസ കൃത്യമായിട്ട് കൊടുത്തിട്ടാണല്ലോ നമ്മളിത് മേടിക്കുന്നത്. അപ്പം അങ്ങനെ ദയവ് ചെയ്ത് അങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും ഉപജീവന മാർഗ്ഗമൊക്കെ ഓരോരുത്തരുടെയൊക്കെ ഇങ്ങനെ പൂട്ടി ഇങ്ങനെ മനസ്സിലായി തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ ഈ തമ്മിലടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുഴയും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ട് പ്രത്യക്ഷപ്പെട്ട പോലെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. തമ്പ്രാ ഓക്കെ, ഇത് തമ്പ്രാന് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. തമ്പ്രാൻ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുക.